നമസ്കാരം. ഒരുപാട് ക്രിറ്റിസിസം മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്. അവർ മികച്ച ബിൽഡ് ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മികച്ച ഫിറ്റ് ആൻഡ് ഫിനിഷ് പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. മാരുതി സുസുക്കി ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും ഇവരുടെ ഒരു മൈലേജ്, അത് മാത്രമല്ല മെയിൻ്റനൻസ് കോസ്റ്റ്, സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി, പിന്നെ അവരുടെ ഒരു കുറേ അധികം വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വാഹനവും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. നമുക്കെന്താണോ വേണ്ടത് ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കൊരു വാഹനത്തെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന, എന്നാൽ അധികം ആരും അറിയപ്പെടാതെ അധികം പബ്ലിസിറ്റി ലഭിക്കാത്ത ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. എന്നാൽ ഈ ഒരു വാഹനം ഒരിക്കൽ ഡ്രൈവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഗുണം മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു മൂല്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സെലേറിയെക്കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമാണ്, മികച്ച സ്പേസ് ഉള്ളൊരു വാഹനമാണ്, നല്ല ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉള്ളൊരു വാഹനമാണ്. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ചില പോരായ്മകളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച സ്പേസ് നൽകുന്നൊരു വാഹനമാണ്. നല്ല ഒരു വിലയിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അറൗണ്ട് ഒരു 7.5 ലക്ഷം ആ ഒരു പ്രൈസിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡൊക്കെ നിൽക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പഴയ വാഹനത്തിൽ നിന്നും പുതിയ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാർഡ് ടെക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഡയമെൻഷൻ്റെ കാര്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലാറ്റ്ഫോം മാറിയതുകൊണ്ട് തന്നെ ഈ ഡയമെൻഷൻസിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ പഴയ വാഹനവും പുതിയ വാഹനവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, പഴയ സെലേറിയോയിൽ ലെങ്ത്ത് 3695 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പുതിയതിലും 3695 മില്ലിമീറ്റർ തന്നെയാണ്. എന്നാൽ വിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1600 പഴയ വാഹനത്തിൽ, പുതിയ വാഹനത്തിൽ 1655 മില്ലിമീറ്ററാണ്. അത് ആ ബമ്പറിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ്. ഇനി നമ്മൾ പുതിയ വാഹനത്തിൻ്റെ ഹൈറ്റ് നോക്കുകയാണ്. ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. 1650 മില്ലിമീറ്റർ ആയിരുന്നു പഴയ വാഹനത്തിനെങ്കിൽ പുതിയ വാഹനത്തിൽ 1555 മില്ലിമീറ്ററാണ്. ഒരു 5 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗ്ലിജിബിളാണ്. ഇനി വീൽ ബേസ്, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീൽ ബേസ് 2425 മില്ലിമീറ്റർ ആയിരുന്നു പഴയ വാഹനത്തിൽ, പഴയ മോഡലിൽ. പുതിയ ഹാർഡ് ടെക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും 2435 മില്ലിമീറ്റർ ആയിട്ട് അത് കൂടിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 170 മില്ലിമീറ്റർ ആയിട്ടുണ്ട്. പണ്ട് അല്ലെങ്കിൽ പഴയ വാഹനത്തിൽ അത് 165 മില്ലിമീറ്ററാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ഒരു വിലയ്ക്ക് വേർത്ത് ആണ്. അത് മാത്രമല്ല, ആ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് പുറകിലോട്ടാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറച്ച് മികച്ചതായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വില വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, പാർട്ട് ഷെയറിങ് നമുക്ക് പലയിടത്തും കാണാം. അത് മാരുതിയുടെ ഒരു സ്വഭാവം തന്നെയാണ്. ഗിയർ നോബ്സ് ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ വളരെ മികച്ചതാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രൈസിൽ നമുക്ക് ഓക്കെയാണ്. നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു വാഹനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബാക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് അത്യാവശ്യം അനായാസമായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ കഴിയും. എന്നാൽ നമ്മുടെ ആൾട്രോസിലും പഞ്ചിലും ഒക്കെ കാണുന്നത് പോലെ 90 ഡിഗ്രി തുറക്കുന്ന ഡോറൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് കയറാം എന്നൊക്കെ യൂട്യൂബേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര ഈസി ഒന്നും അല്ല. ഇത്തരം ഡോറുകളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കയറാനും ഇറങ്ങാനും. കുറച്ച് വണ്ണമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ, അല്ലെങ്കിൽ നീ പ്രോബ്ലം അല്ലെങ്കിൽ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ ആ കൊടുക്കുന്ന പണത്തിന് ഒരു മൂല്യമുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ഇനി ടോപ്പ് എൻഡിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉണ്ട്. കാരണം ഇത്തരം വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ചും കുറച്ച് താഴ്ന്ന സീറ്റിംഗ് പൊസിഷനുള്ള വാഹനങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് എന്തായാലും കൊടുക്കണം. അത് ബേസ് മോഡൽ മുതൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അത് ഞാനങ്ങ് എടുത്തങ്ങ് പറയുകയാണ്. ഈ ലോവർ വേരിയൻറ്റ് മുതൽ ഹയർ വേരിയൻറ്റ് വരെ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്താൽ എന്താണ് ഇത്ര പ്രൈസ് കൂടുക? കാരണം മാരുതിയെ പോലെ ബൾക്കായിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നത് വലിയ ചിലവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ബൾക്കായിട്ട് വാഹനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 700 രൂപയൊക്കെ മാക്സിമം വരുള്ളൂ ഇത്തരം ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടാക്കി ബൾക്കായിട്ട് വിൽക്കുമ്പോൾ. അതൊരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി ആസ്പെക്റ്റും കൂടെ നോക്കുമ്പോൾ നല്ലതാണ്. കാരണം വാഹനം എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുകയാണ്, മൊത്തത്തിൽ ഗ്ലാസ് തുറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിലുള്ളിലെ ആളുകൾക്ക്
ഈ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഊരിയെടുത്തിട്ട് അത് വെച്ച് നമ്മുടെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ കഴിയും. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവരെന്തിനാണ് ഇത്രയും കോസ്റ്റ് കട്ടിങ് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത് എന്ന് ഞാൻ പേഴ്സണലി പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഗിയർ നോബ്സ് ഒക്കെ വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ നല്ല രസമുണ്ടാവും അത് കാണാനായിട്ട്. ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ്. 26 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പഴയ എഞ്ചിനുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ K10C എന്ന് പറയുന്ന ഈ വാഹനത്തിലുള്ള എഞ്ചിന് കുറച്ചും കൂടെ ഒരു ഫ്രിക്ഷൻ കുറവായിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ചും കൂടെ ഒപ്റ്റിമൈസേഷനും ബെറ്റർ ആയിട്ടുണ്ട്. നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള കോമ്പണൻസ് ഒക്കെ കുറച്ച് ലൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്. കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. മാരുതിയുടെ വാഹനങ്ങൾ മെലിഞ്ഞ് ഒരു അവസ്ഥയായിട്ടുണ്ടല്ലോ, അത് എഞ്ചിനിലേക്കും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കോമ്പണൻസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ 24 കിലോമീറ്റർ, ട്രസ്റ്റ് മീ 24 കിലോമീറ്റർ ഈ ഒരു വാഹനത്തിന് എങ്ങനെ ഓടിച്ചാലും മൈലേജ് ലഭിക്കും. അത് മാത്രമല്ല നമ്മളിപ്പോൾ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹൈവേയിലാണെങ്കിലും അങ്ങനെ മാറി മാറി ഓടിച്ചാൽ പോലും നല്ലൊരു ആവറേജ് മൈലേജ് 20 മുകളിൽ എന്തായാലും ഈ ഒരു വാഹനത്തിന് മൈലേജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്റർ ഷുവറായിട്ട് ലഭിക്കും. ഓൺ ആൻ ആവറേജ് ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴത്തേക്കും 20 ഒരു 19-20 എന്തായാലും ലഭിക്കും. എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ആണ്. കുറച്ച് ഇമ്പ്രൂവ് ആകണം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ക്ലോത്ത്, ഇപ്പോൾ നമ്മൾ ഡോർ പാനലിലൊക്കെ ഉള്ള ക്ലോത്ത്, അത് മാത്രമല്ല സീറ്റിൻ്റെ ഒരു ഫാബ്രിക് ക്ലോത്ത്, അതൊക്കെ കുറച്ച് അപ്പ് മാർക്കറ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും ഇത്രയല്ലേ പ്രൈസ് ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. മാത്രമല്ല നമ്മൾ ബാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെൻറ്ററിലിരിക്കുന്ന ആൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. ഹെഡ് റൂം നല്ല രീതിക്കുണ്ട്, എങ്കിലും ഷോൾഡർ റൂം കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബൂട്ട് ആഡിക്വേറ്റ് ഉള്ളൊരു സ്പേസ് ഉണ്ട്. കാരണം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനമല്ല. പക്ഷേ 4 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ആദ്യമേ പറയേണ്ടതായിരുന്നു, ഡിസൈൻ ലാംഗ്വേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മികച്ച ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എ സ്റ്റാറിൻ്റെ ഹെഡ്ലൈറ്റിനോട് സാദൃശ്യം തോന്നുന്ന റൗണ്ട് ഷേപ്പിലുള്ള റെട്രോ കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഓൾഡ് ജനറേഷൻ സെലേരിയോയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ വണ്ടി കുറച്ചും കൂടെ ഒരു ഫ്രഷ് ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് നമ്മൾ പറഞ്ഞു, നല്ല സ്പേസ് ഉള്ള വാഹനമാണ്, നല്ല മൈലേജ് നൽകുന്ന ഒരു വാഹനമാണ്, നല്ല റെസ്പോൺസ് ഉള്ള ഒരു എഞ്ചിനാണ്. K10C എന്ന് പറയുന്നത് മികച്ചൊരു എഞ്ചിനാണ്. നല്ല രീതിക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നൊരു വാഹനമാണ്, അല്ലെങ്കിൽ എഞ്ചിനാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടില്ല, അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സ്വിച്ചുകളുടെ പ്ലേസ്മെൻറ്റ് ഒരു അൺയൂഷ്വലാണ്. അതായത് ഈ പവർ വിൻഡോയുടെയൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഡാഷ്ബോർഡിൻ്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വെക്കുന്ന അതിൻ്റെ തൊട്ട് താഴെയാണ്. അത് ഭയങ്കര നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി മറ്റ് മാരുതി വാഹനങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും സാറ്റിസ്ഫൈഡ് അല്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു മേഖലയാണ്. സേഫ്റ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വാഹനം നിരത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും ജീവൻ എന്ന് പറയുന്നത് അമൂല്യമാണ്. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മൈലേജിൻ്റെ പുറകെ പോകുന്നതിന് മുമ്പ് നമ്മൾ സേഫ്റ്റിയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റ് വാഹനങ്ങളെപ്പോലെ, മാരുതിയുടെ മറ്റ് വാഹനങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മാരുതിയുടെ ഇപ്പം നമ്മുടെ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബലീനോ ആണെന്നുണ്ടെങ്കിലും ഫ്രോങ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രോങ്സ് ഈ സെഗ്മെൻ്റ് അല്ല, എന്നാൽ പോലും ആ ഒരു ശ്രേണി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമാണ് ഈ ഒരു വാഹനത്തിനും. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ക്യാബിൻ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാബിനെ കൂൾ ചെയ്യാനുള്ള ഒരു എ സി, അല്ലെങ്കിൽ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എ സി ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 3 വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് സെലറിയുടെ തന്നെ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു 3 വാഹനങ്ങളിലും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വാഹനം ഓടിച്ച് അതിലങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യില്ലായിരിക്കും. തീർച്ചയായിട്ടും എ സി ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ എ സി കുറച്ചും കൂടെ ഒന്ന് ബെറ്ററാക്കി മാറ്റണം. അത്രത്തോളം ഒരു കൂളിംഗ് വളരെ സമയമെടുത്താണ് ഈ ഒരു ക്യാബിൻ മൊത്തം കൂളാകുന്നത്. അത് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ ഇഗ്നിസിലൊക്കെ കണ്ട ഒരു സെയിം ഇഷ്യൂ ഇതിനുമുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഓട്ടോ റൊട്ടേറ്റ് ചെയ്ത് റിട്ടേൺ വരില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ യൂ ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മൊത്തം തിരിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ ചെയ്ത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരില്ല, നമ്മൾ തന്നെ തിരിച്ച് കൊണ്ടുവരണം. അത് വലിയൊരു പ്രശ്നമാണ്. എക്സ്പെഷ്യലി ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ
ഉപയോഗിച്ച് തുടങ്ങുന്ന ലേഡീസൊക്കെ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇതൊരു പ്രശ്നമായിരിക്കും. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷഫിളാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇപ്പോഴൊക്കെ റീസെൻ്റ്ലി ഇറങ്ങുന്ന ഇഗ്നിസിലൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പ്രോബ്ലമാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഈ കാറിൽ ഞാൻ വളരെ എടുത്ത് പറയുകയാണ്, അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന എ സിയുടെ ഇൻഎഫിഷ്യൻസിയും അതുപോലെ തന്നെ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റ്, എസ്പെഷ്യലി ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോസ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യുന്ന സ്വിച്ചുകളുടെ പ്ലേസ്മെൻറ്റ് വളരെ ഓക്വേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിൽ ഈ ബട്ടൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ അങ്ങ് യൂസ്ഡ് ആകും. അതൊരു എന്താ പറയുക, നമ്മളൊരു പ്രൊസീജിയറൽ മെമ്മറി ആയിട്ട് നമുക്കത് മനസ്സിലാകും. അപ്പോൾ നമുക്കിതിനകത്ത് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ എ സിയുടെ ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും അത് മാത്രമല്ല സ്റ്റിയറിങ്ങിൻ്റെ ഓട്ടോ റൊട്ടേറ്റിംഗ് പ്രോബ്ലം ഒക്കെയാണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ നമ്മൾ പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. സേഫ്റ്റി വളരെ കുറവാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ റൊട്ടേഷൻ പ്രശ്നവും ഉണ്ട്. ബാക്കി നോക്കുമ്പോഴത്തേക്കും എഞ്ചിനാണെന്നുണ്ടെങ്കിലും സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും മൈലേജ് ആണെന്നുണ്ടെങ്കിലും സൂപ്പർബാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൊടുക്കുന്ന പണത്തിന് വേർത്താണ്. പക്ഷേ സേഫ്റ്റിയിൽ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.